ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട നിരവധി യുദ്ധങ്ങളിൽ നേതൃസ്ഥാനം അലങ്കരിക്കുകയും വളരെ പ്രധാനപ്പെട്ട വിജയത്തിലേക്ക് ഇസ്ലാമിക സംഘത്തെ സൈന്യത്തെ നയിക്കുകയും ചെയ്ത ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകമായി പ്രശംസിച്ച് പറയുകയും ചെയ്ത സ്വഹാബിയാണ് റബീഉ ഇബ്നു സിയാദ് അൽ ഹാരിഥി റളിയല്ലാഹു അൻഹു. ആരാണ് റബീഉ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു? അവരുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പട്ടണം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഒന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗം താങ്ങാനാവാതെ ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധന്മാരായ ആളുകൾ വരെ സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുന്ന സാഹചര്യമാണ് മദീനയിലെങ്ങും. അടുത്ത ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുവാനും അവിടുത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും എല്ലാം ചെയ്യാൻ വേണ്ടി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഗോത്രങ്ങളും നിരവധി സംഘങ്ങളുമായി ആളുകൾ മദീനയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് പ്രഭാതത്തിൽ ഒരിക്കൽ ബഹ്റൈനിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾ ഖലീഫ ഉമർ റളിയല്ലാഹുവിനെ കാണുവാൻ വേണ്ടി വരുന്നത്. മറ്റൊരു സംഘത്തോടൊപ്പം ചേർന്ന് അവർ ഖലീഫയുടെ അടുത്തേക്ക് വന്നു. ഓരോ ആളുകൾ, ഓരോ സംഘങ്ങൾ വരുമ്പോഴും അവരിൽ നിന്ന് എനിക്കെന്തെങ്കിലും പഠിക്കുവാനുണ്ടാകും, എനിക്കെന്തെങ്കിലും നല്ല നിർദ്ദേശങ്ങൾ ഈ ആളുകളിൽ നിന്ന് കിട്ടിയേക്കും, എന്നെ പഠിപ്പിക്കാൻ കഴിയുന്ന പലരും, പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ തരാൻ കഴിയുന്ന പലരും ഈ വരുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഓരോരുത്തരെയും പ്രത്യേകമായി അടുത്തേക്ക് വിളിച്ച് ഓരോരുത്തർക്കും പറയാനുള്ളത് ശ്രദ്ധാപൂർവം കേൾക്കുകയാണ് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷേ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്നും അവരാരും പറയുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് കൂട്ടത്തിൽ ഒരാളെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നത്. ആ ചെറുപ്പക്കാരന് നേരെ ആംഗ്യം കാണിച്ച് ആ ചെറുപ്പക്കാരന് എന്താണ് പറയാനുള്ളതെന്നറിയാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. ശേഷം ചോദിച്ചു, താങ്കൾക്ക് എന്നോടെന്തോ പറയാനുണ്ടല്ലോ? ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന് സ്തുതി അർപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഖലീഫയോട് സംസാരിച്ചത്. യാ അമീറുൽ മുഅ്മിനീൻ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണം മാത്രമാണ് താങ്കളുടെ ഈ ഖലീഫ പദവി എന്നത് താങ്കൾ ഓർക്കണം. താങ്കളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം, നേതൃത്വം അള്ളാഹുവിനെ പേടിച്ചും സൂക്ഷ്മമായും മാത്രം കൈകാര്യം ചെയ്യുവാൻ താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടിക്ക് വഴിയറിയാതെ, ദിശയറിയാതെ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യമുണ്ടായാൽ പോലും നാളെ അന്ത്യനാളിൽ അള്ളാഹു നിങ്ങളോട് അതിനെക്കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും, തീർച്ച. ഹൃദയത്തിലേക്ക് തറക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഈ ചെറുപ്പക്കാരൻ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. ആ ചെറുപ്പക്കാരൻ്റെ സംസാരം കേട്ട് ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരഞ്ഞതിന് ശേഷം ചോദിച്ചു, മോനെ, നിന്റെ പേരെന്താണ്? നീ എവിടത്തുകാരനാണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ റബീഉ ഇബ്നു സിയാദ് അൽ ഹാരിഥി ആണ്. ഉടനെ ഖലീഫ ചോദിച്ചു, മുഹാജിർ ഇബ്നു സിയാദിൻ്റെ സഹോദരനാണോ താങ്കൾ? തീർച്ചയായിട്ടും ഞാൻ മുഹാജിർ ഇബ്നു സിയാദിൻ്റെ സഹോദരനാണ്. ആ പ്രഭാത സദസ്സ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അബൂ മൂസൽ അശ്അരി റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, റബീഉ ഇബ്നു സിയാദിൻ്റെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. അയാൾ സത്യസന്ധനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടാകും. ആ ഗുണങ്ങളെല്ലാം നമ്മുടെ ഭരണ നിർവഹണത്തിനും സമുദായത്തിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചേക്കും. അതിനാൽ ഏതെങ്കിലും ചില ചുമതലകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകളും താല്പര്യങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി എന്നെ ഇൻഫോം ചെയ്യുക. അഹ്വാസ് പ്രദേശത്തുള്ള മനാദിർ എന്ന പട്ടണം ഉപരോധിക്കാൻ വേണ്ടി ഖലീഫയുടെ നിർദ്ദേശപ്രകാരം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം തയ്യാറാക്കപ്പെട്ടത് ഈ സംഭവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. ഖലീഫയുടെ നിർദ്ദേശം ഓർമ്മയിലുള്ള അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റബീഉ ഇബ്നു സിയാദിനെയും മുഹാജിർ ഇബ്നു സിയാദിനെയും ആ സംഘത്തിൽ ഉൾപ്പെടുത്തി. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ആ മുസ്ലിം സൈന്യം മനാദിർ പട്ടണത്തെ ഉപരോധിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കടുത്ത തിരിച്ചടിയായിരുന്നു മുസ്ലിങ്ങൾക്ക് അവിടെ നേരിട്ടത്.
റമളാൻ മാസത്തിലായിരുന്നു ഈ ഉപരോധം നടന്നത് എന്നതുകൊണ്ട് നോമ്പുകാരായി ക്ഷീണിച്ച മുസ്ലിമീങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുന്ന അവസ്ഥകൾ പോലും, ധാരാളം പേർ രക്തസാക്ഷികളായി വീഴുന്ന സാഹചര്യം പോലും ഈ യുദ്ധത്തിലുണ്ടായി. മുസ്ലിങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നതും ധാരാളം ആളുകൾ ഷഹീദാക്കപ്പെടുന്നതും കണ്ട മുഹാജിർ ഇബ്നു സിയാദ് എന്നവർ കടുത്ത ഒരു തീരുമാനമെടുത്തു. എന്ത് വന്നാലും പിന്മാറുകയില്ല എന്ന ഉറച്ച പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തന്നെ മുഴുവനായും വിശുദ്ധമായ ദീനിനു വേണ്ടി ശത്രുക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് യുദ്ധരംഗത്തേക്ക് കടന്നു വരികയാണ്. കഫൻ പുടവ സ്വയം ധരിച്ചുകൊണ്ട്, സുഗന്ധം പൂശിക്കൊണ്ട് യുദ്ധത്തേക്ക് തയ്യാറായി വന്ന് സഹോദരൻ റബീഅ ഇബ്നു സിയാദിനെ വിളിച്ച് ചില ഉപദേശങ്ങൾ നൽകി. ആ ഉപദേശങ്ങളെല്ലാം കേട്ട് റബീഅ ഇബ്നു സിയാദ് അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞു: വ്രതമനുഷ്ഠിക്കുന്നവനായി, നോമ്പുകാരനായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വയം സമർപ്പിച്ച് സർവം മറന്ന് പോരാടാൻ വേണ്ടിയാണ് മുഹാജിർ തീരുമാനിച്ചിട്ടുള്ളത്. യുദ്ധത്തിൻ്റെ കാഠിന്യവും നോമ്പിൻ്റെ ക്ഷീണവും രണ്ടും കൂടെ ചേർന്ന് മുസ്ലിമീങ്ങൾ വല്ലാതെ ക്ഷീണിതരായിട്ടുണ്ട്. അത് ഒരുപക്ഷെ അവരുടെ മനോബലത്തെപ്പോലും ബാധിക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. നോമ്പ് അവസാനിപ്പിക്കാനാണെങ്കിൽ അവരാരും തയ്യാറാകുന്നുമില്ല. അതുകൊണ്ട് സേനാ നായകനായ താങ്കൾ നിർണായകമായ ഉചിതമായ ഒരു തീരുമാനം എടുത്തുകൊള്ളുക. ഏതാനും സമയം ആലോചിച്ചു നിന്ന ശേഷം സൈന്യത്തെ എല്ലാം വിളിച്ചുകൂട്ടി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു: എല്ലാവരും നോമ്പ് അവസാനിപ്പിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വേണം ഇനി യുദ്ധം തുടരാൻ. നോമ്പിലായിരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ ദയവായി യുദ്ധത്തിൽ നിന്ന് മാറി നിന്നുകൊള്ളട്ടെ. ഇത്രയും പറഞ്ഞ് പരസ്യമായി വെള്ളം കുടിച്ച് നോമ്പ് അവസാനിപ്പിക്കുന്നതായി കാണിച്ചു അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. പോരാടുന്ന ഒരു സൈന്യത്തിൻ്റെ മനോവീര്യം ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി ഹിക്മത്ത് പ്രയോഗിക്കുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരം കേൾക്കാനിടയായ മുഹാജിർ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു വേഗം അവിടെ ഉണ്ടായിരുന്ന ആ പബ്ലിക്കായ പാത്രത്തിൽ നിന്ന് ഒരു കവിൾ മാത്രം വെള്ളം കുടിച്ച് ഇങ്ങനെ പറഞ്ഞു: സത്യമായിട്ടും ദാഹം കൊണ്ടല്ല ഞാൻ ഈ വെള്ളം കുടിച്ചത്, നോമ്പ് അവസാനിപ്പിച്ചത്. നേതാവ് ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനോട് അനുസരണ പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു കവിൾ വെള്ളം മാത്രം എടുത്ത് കുടിച്ച് വേഗം യുദ്ധരംഗത്തേക്ക് തിരിഞ്ഞു നടക്കുകയാണ് മുഹാജിർ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. മുഹാജിർ റളിയല്ലാഹു അൻഹു തൻ്റെ കുന്തവും എടുത്ത് ശത്രുക്കൾക്കിടയിലേക്ക് ഇരച്ചു കയറി യാതൊരു ഭയപ്പാടുകളും പേടിയും വിറക്കലുകളും ഒന്നുമില്ലാതെ മുമ്പിൽ കണ്ട ശത്രുക്കളെ എല്ലാം വകവരുത്തി അതിശക്തമായി ഒരു മഹാപുറപ്പാട് പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിലുള്ള ഓരോ ആളുകളെയും വെട്ടിവീഴ്ത്തി മുന്നോട്ട് പോയി അവസാനം ശത്രുവ്യൂഹത്തിൻ്റെ മധ്യത്തിലാണ് മുഹാജിർ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു എത്തിച്ചേർന്നത്. ആ മധ്യത്തിലെത്തിയപ്പോൾ 4 ഭാഗത്തു നിന്നും ചുറ്റിലും ശത്രുക്കൾ നിന്ന് വളഞ്ഞ് എല്ലാവരും ഒന്നിച്ച് മുഹാജിർ ഇബ്നു സിയാദിൻ്റെ നേരെ വാളുകൾ ചുഴറ്റി ആക്രമിക്കാൻ ഒരുങ്ങി. ആ ഘട്ടത്തിലും ശക്തമായി പടയോട്ടം നടത്തി കുറേ നേരം പിടിച്ചു നിന്ന് അവസാനം ശത്രുക്കളുടെ ഓരോ വെട്ട് ഏറ്റുകൊണ്ട് ആ യുദ്ധക്കളത്തിൽ ഷഹീദായി പിടഞ്ഞു വീഴുകയാണ് മുഹാജിർ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. നിലത്ത് വീണ മുഹാജിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിരസ് ശത്രുക്കൾ വേർപ്പെടുത്തി എല്ലാവർക്കും കാണുവാൻ വേണ്ടി അവിടെ അപ്പുറത്ത് ഉയർന്ന ഒരു സ്ഥലത്ത് നാട്ടുക വരെ ചെയ്തു. ഒരു സെക്കൻഡ് മാത്രമാണ് റബീഅ ഇബ്നു സിയാദിന് തൻ്റെ സഹോദരൻ്റെ ആ തലയുടെ ഭാഗത്തേക്ക് നോക്കുവാൻ കഴിഞ്ഞത്. സഹോദരൻ്റെ തലയുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് റബീഅ ഇബ്നു സിയാദ് പറഞ്ഞു: അള്ളാഹു താങ്കൾക്ക് ഏറ്റവും വലിയ പ്രതിഫലം നൽകട്ടെ, അള്ളാഹു താങ്കൾക്ക് വലിയ സ്വീകരണം നൽകട്ടെ. അള്ളാഹുവാണേ സത്യം, താങ്കൾക്കും മുസ്ലിങ്ങളായ മറ്റു ശുഹദാക്കൾക്കും വേണ്ടി ശക്തമായ തിരിച്ചടി തന്നെ ഞങ്ങൾ നൽകാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരനും മറ്റു മുസ്ലിം സ്വഹാബാക്കളും വധിക്കപ്പെട്ടത് കണ്ട റബീഅ ഇബ്നു സിയാദിന് യുദ്ധരംഗത്ത് കൂടുതൽ സമരാവേശമുണ്ടാവുകയായിരുന്നു. ശക്തമായ സമരത്തിന് പ്രാരംഭം കുറിച്ച് വീണ്ടും ഒരു ശക്തമായ പടപ്പുറപ്പാടിന് ഒരുങ്ങുകയാണ് റബീഅ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. ഈ കടുത്ത സമരാവേശം റബീഅ ഇബ്നു സിയാദിൽ കണ്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു സൈന്യത്തിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും റബീഅ ഇബ്നു സിയാദിനെ ഏൽപ്പിച്ച് സൂസ് പട്ടണത്തിൻ്റെ ഭാഗം പിടിച്ചടക്കുവാൻ വേണ്ടി അങ്ങോട്ട് യാത്രയാവുകയാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. റബീഅ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവും സംഘവും ഒരു ശക്തമായ ആക്രമണമാണ് ശത്രുക്കൾക്ക് നേരെ അഴിച്ചുവിട്ടത്. കടുത്ത സമരാവേശവുമായി മുന്നോട്ട് വന്ന് ശത്രുക്കൾക്കിടയിൽ ഇടുത്തിയായി പെയ്തിറങ്ങി അതിശക്തമായ മലവെള്ളപ്പാച്ചിലിൽ പാറക്കല്ലുകൾ ഇറങ്ങി വരുന്നത് പോലെ, ഉരുണ്ടുവരുന്നത് പോലെ സർവം നാമാവശേഷമാക്കിയിട്ടായിരുന്നു ആ മുന്നേറ്റം. ശത്രുക്കൾ ഒന്നൊന്നായി എരിഞ്ഞൊടുങ്ങി തുടങ്ങി.
അതിശക്തമായ മുന്നേറ്റത്തിൽ അവസാനം മനാദിർ പട്ടണം ശത്രുക്കൾ മുസ്ലിങ്ങൾക്ക് സമർപ്പിക്കുകയായിരുന്നു. അവർ മുസ്ലിമീങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളോടക്കം വലിയ ഒരു സംഘം ആളുകൾ തടവുകാരായി പിടികൂടപ്പെടുകയും വലിയ ഒരു സമ്പത്ത് യുദ്ധാർജിത മുതലായി ഗനീമത്ത് സമ്പത്തായി മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു ആ യുദ്ധത്തിൻ്റെ പര്യവസാനം. മനാദിർ പട്ടണം പിടിച്ചടക്കിയതോടുകൂടെ ശത്രുക്കളുടെ അതിശക്തമായ എതിർപ്പിനെ മറികടന്ന് മുന്നേറ്റം നടത്തി ആ പട്ടണം സ്വന്തമാക്കിയതോടുകൂടെ റബീഅ ബിൻ സിയാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖ്യാതി ലോകത്തെങ്ങും പരന്നു. മുസ്ലിമീങ്ങളുടെ നിർണായകമായ യുദ്ധങ്ങൾ വിജയിച്ച പ്രമുഖരായ സേനാനായകരുടെ പേരുകളുടെ ലിസ്റ്റിലേക്ക് റബീഅ ബിൻ സിയാദിൻ്റെ പേരും അവർ ചേർത്ത് പറയാൻ തുടങ്ങി. എവിടെ ചെന്നാലും ആളുകൾ റബീഅ ബിൻ സിയാദിൻ്റെ ആ ശക്തമായ പോരാട്ട വീരത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി ഈ യുദ്ധത്തെ തുടർന്ന്. പിന്നീട് വിദൂര പ്രദേശമായ ഇന്നത്തെ പാകിസ്ഥാനിൻ്റെയും അഫ്ഗാനിസ്ഥാനിൻ്റെയും അതിർത്തികളുടെ ഭാഗത്ത് വരുന്ന സിജിസ്ഥാൻ എന്ന പട്ടണം ഉപരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈ സൈന്യത്തിൻ്റെ ആ നേതാവായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത് റബീഅ ബിൻ സിയാദാണ്. അങ്ങനെ അവരെ ആ പ്രമുഖമായ ആ ഒരു സൈനിക മുന്നേറ്റത്തിൻ്റെ നേതാവായി തിരഞ്ഞെടുത്ത് സിജിസ്ഥാൻ ഉപരോധിക്കാൻ വേണ്ടി ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞയക്കുകയാണ്. സിജിസ്ഥാൻ ലക്ഷ്യമാക്കി പുറപ്പെട്ട റബീഅ ബിൻ സിയാദും സംഘവും അതിദൈർഘ്യമേറിയ മരുഭൂമികളും വനപ്രദേശങ്ങളും ഒറ്റപ്പെട്ട സ്ഥലങ്ങളുമെല്ലാം താണ്ടി 3200 കിലോമീറ്ററിലധികമാണ് യാത്ര ചെയ്തത്. അത്രയും ദീർഘമായ യാത്രയായതുകൊണ്ട് മൃഗങ്ങൾ പോലും ക്ഷീണിച്ചു പോകുന്ന അവസ്ഥ സംജാതമായി. പക്ഷേ മനക്കരുത്തോടുകൂടെ ഇസ്ലാമികമായ ലക്ഷ്യത്തിനു വേണ്ടി പുറപ്പെട്ട സൈന്യം ഒട്ടും പതറിയില്ല, തളർന്നതുമില്ല. അവർ മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടേയിരുന്നു. സിജിസ്ഥാൻ എന്ന പ്രദേശം പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യത്തെ മിഷൻ റുസ്താഖ് സാലിഖ എന്ന പ്രദേശമായിരുന്നു ഈ സംഘത്തിന് പിടിച്ചടക്കേണ്ടിയിരുന്നത്. ആ ഭാഗത്തേക്ക് സൈന്യമെത്തി. നിരവധി കോട്ടകളാൽ സമ്പന്നമായ, ഉയർന്ന കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ട നിരവധി പഴവർഗ്ഗങ്ങളും കൃഷികളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമി പ്രദേശമായിരുന്നു റുസ്താഖ് സാലിഖ. സമർത്ഥനും ബുദ്ധിമാനുമായിരുന്ന റബീഅ ബിൻ സിയാദ് റളിയല്ലാഹു അൻഹു ആ പട്ടണത്തിൽ എത്തുന്നതിൻ്റെ മുമ്പേ ആ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചു. ആ നാട്ടിലുള്ള ആളുകളെല്ലാവരും അടുത്തു തന്നെ ഒരു ഉത്സവത്തിന് വേണ്ടി ഒന്നിച്ചു ചേരാൻ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരുന്നു. എല്ലാവരും ആ ഒരു പ്രാദേശികമായ ഉത്സവത്തിന് വേണ്ടി ഒത്തുചേർന്നപ്പോൾ ഒന്നിച്ച് ഒരു സൈനിക മുന്നേറ്റം നടത്തി. ആ സൈനിക മുന്നേറ്റത്തിൽ പകച്ചുപോയ ശത്രുക്കൾ വളരെ വേഗത്തിൽ കാര്യമായ എതിർപ്പുകളൊന്നുമില്ലാതെ കീഴടങ്ങുകയാണ് ചെയ്തത്. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചുപോയ ആ സൈന്യം വളരെ പെട്ടെന്ന് അടിയറവ് പറഞ്ഞപ്പോൾ 20,000-ഓളം തടവുകാരെ പിടികൂടാനും ദുഹ്ഖാൻ എന്ന ആ പ്രദേശത്തിൻ്റെ ഭരണാധികാരിയെ പോലും പിടിക്കാനും മുസ്ലിം ഈ സൈന്യത്തിന് സാധിക്കുകയുണ്ടായി. പിടികൂടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ദുഹ്ഖാൻ എന്ന രാജാവിൻ്റെ ഒരു അടിമ കൂടെ ഉണ്ടായിരുന്നു. ആ അടിമയുടെ കൈവശത്തിൽ രാജാവിന് കൊടുക്കാൻ വേണ്ടി ശേഖരിച്ചു വെച്ച 3 ലക്ഷം സ്വർണ്ണ നാണയങ്ങളും ഉണ്ടായിരുന്നു. റബീഅ ബിൻ സിയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതെന്താണ്, ആർക്കുള്ളതാണ്? ഇത് ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് രാജാവിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർണ്ണ നാണയങ്ങളാണ് എന്ന് ആ അടിമ മറുപടി പറഞ്ഞു. രാജാവിൻ്റെ കീഴിലുള്ള നിരവധി ഗ്രാമങ്ങളുണ്ട്. അതിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് പിരിച്ച് എടുത്തതാണ് ഇതെല്ലാം. എല്ലാ വർഷവും ഇതുപോലെയുള്ള സമ്പത്ത് രാജാവിന് നൽകാറുണ്ടോ അവർ എന്ന് ചോദിച്ചപ്പോൾ ആ അടിമ പറഞ്ഞു, തീർച്ചയായിട്ടും ഉണ്ട്. റബീഅ ബിൻ സിയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങനെയാണത് സാധിക്കുന്നത്? ഞങ്ങൾ അതിശക്തമായി ജോലിയെടുത്ത് വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്നതിൻ്റെ ഫലമാണ് ഇങ്ങനെ രാജാവിന് കൊടുക്കുന്നത് എന്ന്. യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് തന്നെയും കുടുംബത്തെയും വിട്ടയക്കാൻ വേണ്ടി ആ പ്രദേശത്തിൻ്റെ രാജാവായിരുന്ന ദുഹ്ഖാനും ഏതാനും ആളുകളും റബീഅ ബിൻ സിയാദ് റളിയല്ലാഹു അൻഹു സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, മാന്യമായ ഉദാരമായ രീതിയിൽ മോചനദ്രവ്യം നൽകുകയാണെങ്കിൽ നിങ്ങളെ തീർച്ചയായും വിട്ടയക്കാം. ദുഹ്ഖാൻ എന്ന ആ പഴയ രാജാവ് ചോദിച്ചു, എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ റബീഅ ബിൻ സിയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ കുന്തം ഭൂമിയിൽ നാട്ടും, എന്നിട്ട് ഈ കുന്തം മുഴുവനായും മൂടുന്നത് വരെ വെള്ളിയും സ്വർണവുമായി സമ്പത്ത് നിങ്ങൾ കൊണ്ടുവരിക, നിങ്ങളെ തീർച്ചയായും ഒരു പോറലും ഏൽപ്പിക്കാതെ വിട്ടയക്കും. ശരി, സമ്മതിച്ചിരിക്കുന്നു, രാജാവ് പറഞ്ഞു. രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നിയോഗിച്ച ആളുകൾ അതുപോലെ ചെയ്യുകയും രാജാവിനെയും കുടുംബക്കാരെയും ആ മോചനദ്രവ്യത്തിന് പകരം വിട്ടയക്കുകയും ചെയ്തു.
വിജയശ്രീലാളിതമായ ആ അവസ്ഥയിൽ നിന്ന് സിജിസ്ഥാൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് റബീഉ ഇബ്നു സിയാദും റളിയല്ലാഹു അൻഹു സംഘവും കടന്നു പോവുകയാണ്. വളരെ വേഗം ഓരോ ഗ്രാമങ്ങൾ ഓരോന്നോരോന്നായി ആ സൈന്യത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് പോരാട്ടങ്ങളൊന്നുമില്ലാതെ തന്നെ കീഴടങ്ങിക്കൊണ്ടേയിരുന്നു. കീഴടങ്ങിയ അഭയം തേടിയ ഒരാളെയും ഒരു പോറലും ഏൽപ്പിക്കാതെയാണ് ആ സംഘം മുന്നോട്ട് പോയത്. അങ്ങനെ നിരവധി ഭൂപ്രദേശങ്ങൾ ആ ഒരു ധാർമ്മികമായ മുന്നേറ്റത്തിന് കീഴിൽ പരാജയം സമ്മതിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് സറഞ്ച് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്ത് എത്തുന്നത്. അതുവരെ നടന്നതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. സറഞ്ചിൽ അതിശക്തമായ ഒരു സൈന്യത്തെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അവർ. വേണ്ടി വന്നാൽ എന്തും ചെയ്തും മുസ്ലിം സൈന്യത്തെ തോൽപ്പിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട്, വേണ്ടി വന്നാൽ കൂടുതൽ സൈനിക സഹായം ലഭ്യമാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ശരിയാക്കി വെച്ചുകൊണ്ട് ഒരു വലിയ സൈന്യം തന്നെ സറഞ്ച് എന്ന പ്രദേശത്ത് റബീഉ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു സംഘത്തെയും നേരിടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിശക്തമായ പോരാട്ടമാണ് അവിടെ നടന്നത്. അതുവരെ നടന്നതിൽ നിന്ന് ഏറ്റവും ഭീകരമായ പോരാട്ടം നടന്നു. അതിശക്തമായ മുന്നേറ്റം രണ്ട് സൈന്യങ്ങളും നടന്നു. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ പട്ടണം പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവസാനത്തെ സെക്കൻഡ് വരെയും സറഞ്ചിൽ ശത്രുക്കൾ പോരാടിക്കൊണ്ടേയിരുന്നു. ഈ അതികഠിനമായ പോരാട്ടത്തിൻ്റെ ആദ്യ ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ മുസ്ലിം സംഘത്തിന് അനുകൂലമായ ചില മുന്നേറ്റങ്ങളാണ് അവിടെ നടന്നത്. ഈ രീതിയിൽ പോയാൽ യുദ്ധത്തിൽ തങ്ങൾ പരാജയപ്പെടും, കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ സിജിസ്ഥാൻ്റെ ആ പ്രദേശത്തെ നേതാവ് മർസബാൻ ബർവീസ് എന്ന വ്യക്തി ഒരു സന്ധി സംഭാഷണത്തിന് റബീഉ ഇബ്നു സിയാദുമായി തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഒരു ദൂതനെ പറഞ്ഞയക്കുകയുണ്ടായി. തീർച്ചയായിട്ടും സന്ധി സംഭാഷണത്തിന് തയ്യാറാണെന്ന് റബീഉ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു അറിയിച്ചു. അങ്ങനെ സന്ധി സംഭാഷണത്തിന് വേദിയൊരുങ്ങുകയായി. മർസബാൻ ബർവീസിനെ സ്വീകരിക്കാൻ പ്രത്യേകമായി തയ്യാറാക്കുന്ന വേദിയിലേക്കുള്ള വഴിത്താരകളുടെ പരിസരത്തായി വധിക്കപ്പെട്ട സിജിസ്ഥാൻ സൈനികരുടെ ചില ശരീരങ്ങൾ അവിടെ കൂട്ടിയിടണമെന്ന് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു റബീഉ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. നല്ല ഉയരവും ഹൈറ്റും വെയിറ്റും എല്ലാമുള്ള ആജാനുബാഹുവായ, കാണുമ്പോൾ തന്നെ ചില ആളുകൾക്കൊക്കെ പേടി വരുന്ന പ്രത്യേകമായ പ്രകൃതത്തിനുടമയായിരുന്നു റബീഉ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. റബീഉ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ തന്നെ ഭയം കൊണ്ട് വിറക്കുകയായിരുന്നു ആ രാജാവ് മർസബാൻ ബർവീസ്. അജാനുബാഹുവായുള്ള, കണ്ടാൽ തന്നെ ആരും പേടിച്ചു പോകുന്ന ആ പ്രത്യേകമായ ശരീരവും ഉറച്ച കാൽപാദത്തോടുകൂടെയുള്ള തീക്ഷ്ണമായ നോട്ടവും, ഇങ്ങോട്ട് വരുന്ന വഴിയരികിൽ തൻ്റെ സൈനികരുടെ ശരീരം ചിതറിക്കിടക്കുന്നത് കാണാനിടയായതും എല്ലാം ആ രാജാവിനെ അത്രമാത്രം ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റബീഉ ഇബ്നു സിയാദിൻ്റെ അടുത്തേക്ക് വരാൻ പോലും രാജാവ് പേടിച്ച് അല്പം ദൂരെ നിന്നാണ് സന്ധി സംഭാഷണം നടത്തിയത്. രാജാവ് വേഗം പറഞ്ഞൊപ്പിച്ചു, ഞാൻ നിങ്ങൾക്ക് 1000 അടിമകളെ തരാം. ഓരോ അടിമയുടെ തലക്ക് മുകളിലും ഒരു കുട്ട നിറയെ സ്വർണ്ണ നാണയങ്ങളും നിങ്ങൾക്ക് ഞാൻ സമ്മാനമായി തരാം. ദയവായി ഞങ്ങളെ വെറുതെ വിടണം. ആ ഒരു നിർദ്ദേശം റബീഉ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. പറഞ്ഞത് പ്രകാരം 1000 അടിമകളെ രാജാവ് കൊടുത്തയച്ചു. ആ 1000 അടിമകളും ഓരോരുത്തരുടെയും തലക്ക് മുകളിൽ കൊട്ടയിൽ പിടിച്ച സ്വർണ്ണ നാണയങ്ങളും എല്ലാം ചേർന്ന് വിജയാഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടാണ് ആ മുസ്ലിം സംഘം തിരിച്ചു നടക്കുന്നത്. തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് വളരെ നിർണായകമായ ഒരു പോരാട്ടത്തിൽ വിജയിച്ചതിൻ്റെ സന്തോഷത്തോടുകൂടെ ആ സംഘം ആനന്ദത്തോടുകൂടെ തിരിച്ചു നടന്നു. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. യുദ്ധാർജിത മുതലുകളിൽ വളരെയധികം സമ്പത്ത് കിട്ടിയ ഒരു നിർണായകമായ പടനീക്കം കൂടെയായിരുന്നു ഇത്. ഇതിൻ്റെ എല്ലാം നേതൃത്വം റബീഉ ഇബ്നു സിയാദ് അൽ ഹാരിഥി റളിയല്ലാഹു അൻഹു എന്ന പടത്തലവൻ്റെ ആ ചങ്കൂറ്റവും സ്ഥൈര്യത്തോടെയും തൻ്റെ ഇടത്തോടെയുമുള്ള മുന്നേറ്റവുമായിരുന്നു. മുസ്ലിം സൈന്യത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഒരു പടയാളിയായിരുന്നു റബീഉ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള എത്രയോ നിരവധി യുദ്ധങ്ങളിൽ എത്രയോ വിജയങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പടവാൾ എന്നർത്ഥം വരെ വരുന്ന രീതിയിലുള്ള ആദരവ് പലരും അവർക്ക് വകവെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രമാത്രമായിരുന്നു യുദ്ധക്കളത്തിൽ അവരുടെ പ്രകടനങ്ങൾ, വീരോചിതമായ മുന്നേറ്റങ്ങൾ. പിൽക്കാലത്ത് ബനു ഉമയ്യക്കാരുടെ കരങ്ങളിൽ ഭരണം എത്തുന്നതുവരെ ഒരു പടയാളിയായിട്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. മുആവിയ ഇബ്നു അബൂ സുഫിയാൻ എന്നവർ ഇസ്ലാമിൻ്റെ ഭരണം ഏറ്റെടുത്തതോടുകൂടെ റബീഉ ഇബ്നു സിയാദിനെ ഖുറാസാൻ്റെ ഭരണാധികാരിയായി നിയമിക്കുകയായിരുന്നു. അതൊട്ടും ഇഷ്ടമായിരുന്നില്ല റബീഉ ഇബ്നു സിയാദിന്.
കാരണം ഇസ്ലാമിക മുന്നേറ്റത്തിൻ്റെ പതാകവാഹകരായി നിരവധി രാജ്യങ്ങളിൽ ശക്തമായ മുന്നേറ്റങ്ങൾ നടത്തി ആളുകളെ നന്മയിലേക്ക് കൊണ്ടുവന്ന ആ മഹാജീവിതം ഒരു നാട്ടിൽ കേവലം ഒരു ഭരണാധികാരിയായി മാത്രം ഒടുങ്ങുന്നത് താല്പര്യപ്പെട്ടിരുന്നില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ച് നിസ്കാരം കഴിഞ്ഞ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് റബീഅ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ശരിക്കും ഈ ജീവിതം മടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ഒരു ദുആ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണം. എന്നിട്ട് മഹാനവർകൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്തു, പടച്ചവനെ, നീ എനിക്ക് ഖൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വേഗം എന്നെ നിന്നിലേക്ക് തിരിച്ചു വിളിക്കണം. തിരിച്ചു വിളിക്കുന്നത് ദയവായി നീ നീട്ടിക്കൊണ്ടു പോകരുത് യാ റബ്ബേ, നീ വേഗം എന്നെ തിരിച്ചു വിളിക്കണം. ആ ദുആക്ക് അവരുടെ നിർദ്ദേശപ്രകാരം ജനങ്ങളെല്ലാവരും ആമീൻ പറഞ്ഞു. ആ ദുആ അള്ളാഹു കേട്ടു. അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പ്രശാന്തമായി സത്യസന്ദേശവാക്യം ഉച്ചരിച്ചുകൊണ്ട് മഹാനവറുകൾ പുഞ്ചിരിച്ച് റബ്ബിലേക്ക് യാത്രയാവുകയാണ്. ഇസ്ലാമിനു വേണ്ടി എത്രയോ നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആ മഹാജീവിതം ദുനിയാവിൻ്റെ സമ്പന്നമായ അധികാരത്തിൻ്റെ താല്പര്യങ്ങളില്ലാത്ത ഒരവസ്ഥയിൽ, ശക്തമായ നല്ല ഹൃദയത്തിൻ്റെ ഒരവസ്ഥയിൽ അള്ളാഹുവിനോട് ദ്വാരന്ന് ഭൗതികമായ പ്രമത്തതയിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല പടച്ചവനെ, എന്നെ നീ തിരിച്ചു വിളിക്കണം എന്ന നിർദ്ദേശം ദുആ അള്ളാഹു സ്വീകരിച്ച് മഹാനവറുകൾ അള്ളാഹുവിലേക്ക് യാത്രയാവുകയായിരുന്നു. മഹാനവറുകളെയും മറ്റ് സ്വഹാബത്തിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ കാണുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.